വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. 2025 ഡിസംബർ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ആദ്യമായി തന്നെ എല്ലാ ആശംസകളും നേരുകയാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ 8ാമത്തെ യൂണിറ്റായ നെറ്റ് സൈക്കോളജി പേപ്പർ 2ലെ 8ാമത്തെ യൂണിറ്റായ സോഷ്യൽ സൈക്കോളജിയാണ്. ഓൾറെഡി 4 പാർട്ട് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് കാണാത്തവർ ക്ലാസ് പോയി കാണാം. ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ 5ാമത്തെ പാർട്ടാണ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടാണ് ക്ലാസ് എടുത്തുകൊണ്ട് പോകുന്നത്. സോഷ്യൽ സൈക്കോളജി മാത്രമല്ല, ബാക്കി കഴിഞ്ഞ എല്ലാ യൂണിറ്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ക്ലാസ് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ക്ലാസ് പോയി കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എൻലൈറ്റിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ എൻലൈറ്റിൻ്റെ ലിങ്ക് ഉണ്ടാവും. അതായത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു ഗ്രൂപ്പാണ്, വാട്സപ്പ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റിയാണ് എൻലൈറ്റ് എന്ന് പറയുന്നത്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സോ സോഷ്യൽ സൈക്കോളജി PYQ അനാലിസിസ് പാർട്ട് 5. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെൻ്റ് ആണ്. അതായത് ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട്, പലതരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട്. നമുക്കറിയാം, അത് സോഷ്യൽ സൈക്കോളജിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് തന്നെയാണ്. ഈ ഗ്രൂപ്പ് ഫോർമേഷനും അവിടെ വരുന്ന തിയറീസും കാര്യങ്ങളും ഒക്കെ തന്നെ. സോ എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ഉണ്ടായിത്തീരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണ് എന്നാണ് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ജനുവരി 2025 ഈ ഒരു ഭാഗത്തുനിന്ന്, ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചോദിച്ച ഒരു ചോദ്യമാണ്, എമംഗ് ദ ഫോളോയിങ് ചൂസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ്. നമുക്ക് ഒരു 5 സ്റ്റേജസ് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞത് ഈ ഒരു സ്റ്റേജസ് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ സീക്വൻഷ്യൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സോ ഇവിടെ കൊടുത്ത ഓപ്ഷൻസിൽ തന്നിട്ടുള്ളത് സ്റ്റോമിങ്, നോമിങ്, ഫോമിങ്, അഡ്ജോയിനിങ് ആൻഡ് പെർഫോമിങ്. ഇങ്ങനെ 5 ഓപ്ഷൻസ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഇത് ഇൻകറക്റ്റ്ലി ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമ്മളോട് ഇതൊന്ന് ഓർഡറിൽ കൊടുക്കാനാണ് പറഞ്ഞത്. ഓക്കെ, സോ ദീസ് ആർ ദ ഓപ്ഷൻസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ, അതായത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ് നമ്മൾ പറഞ്ഞത്. ബട്ട് ഇതേ സിമിലർ ആയിട്ട് തന്നെ ഉള്ളൊരു ചോദ്യം ഡിസംബർ 2023 ചോദിച്ചിട്ടുണ്ട്. ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഭാഗം കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. സിമിലർ ആയിട്ട് തന്നെ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മാറിയൊക്കെ വരുന്നുണ്ട്. ബട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അറിയാം, അത് അതുപോലെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ 2025 ഡിസംബറിൽ ചോദിക്കുന്ന സമയത്ത് നമുക്ക് മിസ്സാവാതിരിക്കാൻ വേണ്ടി നോക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ വന്നിട്ടുള്ളത് അറേഞ്ച് ദ സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ് ആസ് സജസ്റ്റഡ് ബൈ ടെക്മാൻ. ഇവിടെ ഇതാണൊരു ഡിഫറൻറ്റ് വന്നിട്ടുള്ളത്. ടെക്മാൻ്റെ ഒരു ഗ്രൂപ്പ് സ്റ്റേജ് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചത്. സോ ഇപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം, ഈ ഒരു സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ് ആരാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്? ദാറ്റ് ഇസ് ബൈ ടെക്മാൻ. ഇവിടെ കൊടുത്തത് സ്റ്റോമിങ്, പെർഫോമിങ്, ഫോമിങ്, അഡ്ജോയിനിങ് ആൻഡ് നോമിങ്. അത് നമുക്ക് അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, സോ എന്താണ് ഗ്രൂപ്പ് ഫോർമേഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്? ഗ്രൂപ്പ് ഫോർമേഷൻ ഈസ് കൺസേൺഡ് വിത്ത് ദ ഫോളോയിങ്: ദ മാനർ ഇൻ വിച്ച് ദ ഗ്രൂപ്പ് ഫോം, ദ സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രോസസ്സസ് ഓഫ് ദ ഗ്രൂപ്പ്, ദ ഫങ്ഷൻസ് ഓഫ് ദ ഗ്രൂപ്പ് ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. സോ ഏതൊരു സാഹചര്യത്തിലാണ് ഈ ഗ്രൂപ്പ് ഫോം ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഏത് മാനറിലാണ് ഈ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ആയിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തത്, ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്താണ് ആ ഗ്രൂപ്പിൻ്റെ സ്ട്രക്ചർ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ ഗ്രൂപ്പിൻ്റെ പ്രോസസ്സുകൾ എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത്. മൂന്നാമതായിട്ട് വരുന്നത് ഗ്രൂപ്പിൻ്റെ ഫങ്ഷൻ എന്താണ്. ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ ഫങ്ഷൻ എന്താണ്, ഒരു സിറ്റുവേഷനിലല്ല ഡിഫറെൻറ്റ് സിറ്റുവേഷനുകളിൽ വരുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ഗ്രൂപ്പിൻ്റെ ഫങ്ഷൻ വരുന്നത്. സോ ഇങ്ങനെ വരുന്ന 3 കൺസേൺസ് ആണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഫോർമേഷനിൽ ഉള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ അതായിരുന്നു. നമുക്ക് അതിലേക്ക് നടക്കുക. ഓൾസോ നോൺ ആസ് ടെക്മാൻസ് സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ്. സോ എക്സാമിന് എങ്ങാനും ടെക്മാൻസ് സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് ചോദിച്ചാലും ഈ ഒരു ആൻസറാണ് എഴുതേണ്ടത്.
സോ ദ തിയറി ഈസ് പ്രപ്പോസ്ഡ് ബൈ ബ്രൂസ് ടെക്മാൻ ഇൻ 1965. ഈ ഒരു ആളെയും ആ ഒരു ഇയറും ഒക്കെ ഓർത്ത് വെക്കുക. ചിലപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കുമല്ലോ ചോദിക്കുക. ഒരു മാച്ച് ദ ഫോളോയിങ് തന്നിട്ട് അവിടെ ഒരു ലിസ്റ്റിൽ ടെക്മാൻ്റെ പേരും ഈ ഒരു ഭാഗത്ത് സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ് തന്നാൽ നമുക്ക് മാച്ച് ചെയ്ത് കൊടുക്കാനും കൂടി അറിയണം. ഇനി അതല്ല, ഇൻകേസ് ഇയേഴ്സ് ആണ് തരുന്നത്, ഇയർ തന്നിട്ട് ക്രൊണോളജിക്കൽ ഓർഡറിലാണ് പറയുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ഇയറും അറിഞ്ഞിരിക്കണം. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. സോ ഇത് ഓൾസോ കോൾഡ് ടെക്മാൻ മോഡൽ. ദിസ് മോഡൽ ഔട്ട്ലൈൻസ് ദ വേരിയസ് സ്റ്റേജസ് ദാറ്റ് ഗ്രൂപ്പ്സ് ഗോ ത്രൂ ആസ് ദ ഡെവലപ്മെൻറ്റ് ആൻഡ് മെച്യൂർ. അതായത് ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ അത് മെച്യൂർ ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ഗ്രൂപ്പ് പിരിച്ചുവിടുന്ന ആ ഒരു സ്റ്റേജ് വരെയുള്ള കാര്യങ്ങൾ ടെക്മാൻ്റെ മോഡലിലൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മെയിനായിട്ട് 5 സ്റ്റേജസ് ആണ് ടെക്മാൻ മോഡലിൽ പറയുന്നത്. ആ ഒരു ഓർഡറിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ഈസ് ഫോമിങ്, സെക്കൻഡ് സ്റ്റേജ് ഈസ് സ്റ്റോമിങ്, നോമിങ്, പെർഫോമിങ് ആൻഡ് അഡ്ജോണിങ്. ഇങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്സ് വരുന്നത്. സോ ഓർത്ത് വെക്കുക, ഫസ്റ്റ് സ്റ്റേജസ് ഫോമിങ്, സ്റ്റോമിങ്, നോമിങ്, പെർഫോമിങ് ആൻഡ് അഡ്ജോണിങ്. അപ്പോൾ നമ്മുടെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഈ ഒരു ഓർഡർ എന്താണോ ആ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ സ്റ്റേജസും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് നമ്മൾ പറഞ്ഞു, ദാറ്റ് ഈസ് ഫോമിങ്. ഇറ്റ് ഈസ് എ സ്റ്റേജ് വിച്ച് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ സം കൺഫ്യൂഷൻസ് ആൻഡ് അൺസർട്ടനിറ്റി. ഇത് ഒരു ഇനീഷ്യൽ സ്റ്റേജ് ആണ്. ഫോമിങ് എന്ന് പറഞ്ഞാൽ ഒരു ഫോം ചെയ്യുന്ന സ്റ്റേജ് ആണ്. ആ സമയത്ത് അവിടെ കുറച്ച് കൺഫ്യൂഷൻസും അൺസർട്ടനിറ്റിയും ഒക്കെ എറൈസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു സ്റ്റേജ് കൂടിയാണ് ഫോമിങ് എന്ന് പറയുന്നത്. Forming is actually an orientation period when members get to know one another and share expectations about the group. സോ നമ്മൾ പറഞ്ഞു ഫോം ചെയ്യുന്ന പീരീഡ് ആണ്. ആ സമയത്ത് ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്ന ഒരു അല്ലെങ്കിൽ അവർ ഗെറ്റ് ടു നോ എന്നുള്ള ഒരു സ്റ്റേജാണ് ഫോമിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിൽ അവർ ഇൻക്ലൂഡ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഗ്രൂപ്പിനെ കുറിച്ച് കുറച്ച് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും. ഓരോ ഇൻഡിവിജ്വലിനും ഈ എക്സ്പെക്റ്റേഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സിമിലർ ആയിരിക്കാം. സോ ആ ഒരു കാര്യം, അവരുടെ എക്സ്പെക്റ്റേഷനും കാര്യങ്ങളും കൂടി അവർ ഷെയർ ചെയ്യുന്നത് ഈ ഒരു സമയത്താണ്. This is the initial stage when the group comes together and members begin to develop their relationship with one another and learn what is expected of them. ഇവിടെ മെയിനായിട്ട് നടക്കുന്നത് ഇവർ തമ്മിലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം എന്താണ് ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുകൂടി പറയുന്നത് ഫോമിംഗ് സ്റ്റേജിലാണ്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് വരുന്നതാണ് സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക, ഫസ്റ്റ് സ്റ്റേജ് ഫോമിംഗ് ആയിരുന്നു, സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് വരുന്നതാണ് സ്റ്റോമിംഗ്. ഇറ്റ് ഈസ് എ സ്റ്റേജ് വേർ വൺ ക്യാൻ സീ ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ഡിസഗ്രിമെൻ്റ് ആൻഡ് കോൺഫ്ലിക്റ്റ്. ഇവിടെ നടക്കുന്നത്, ഇവിടെ ഭയങ്കരമായിട്ട് ഗ്രൂപ്പിലെ മെമ്പേഴ്സ് തമ്മിൽ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന ഒരു സ്റ്റേജാണ്. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു എക്സ്പെക്റ്റേഷൻസ്, ഓരോരുത്തരും അവരുടെ എക്സ്പെക്റ്റേഷൻ പറയുന്നതാണ് ഫോമിംഗ് എന്ന്. അങ്ങനെ ഇവർ ഓരോരുത്തർ എക്സ്പെക്റ്റേഷൻ പറയുമ്പോഴും അല്ലെങ്കിൽ അവരുടെ ഓരോരുത്തരുടെ ഗോള് പറയുന്ന സമയത്തും ഇവർ തമ്മിലൊരു ഡിസഗ്രിമെൻ്റ് ഉണ്ടാവും. അതായത് ഗ്രൂപ്പിന് അറ്റ് ദി എൻഡ് എല്ലാവർക്കും ഒരു ഗോളിലേക്കാണ് സഞ്ചരിക്കേണ്ടത്. പക്ഷേ ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് തന്നെ തമ്മിൽ ഡിഫറെൻ്റ് ഒപ്പീനിയൻസ് ആണെങ്കിൽ അതൊന്നും അവർക്ക് കൂട്ടിച്ചേർത്ത് സെയിമിലേക്ക് കടക്കണം. അപ്പോൾ അതിന് മുമ്പത്തെ ഒരു സ്റ്റേജാണ് ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു ഡിസഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അത് നടക്കുന്നത് സ്റ്റോമിംഗ് സ്റ്റേജിലാണ്. മെമ്പേഴ്സ് മെയിൻലി വോയിസ് ദെയർ കൺസേൺ ആൻഡ് ക്രിറ്റിസിസംസ് ഒക്കെ അറ്റ് ദി സ്റ്റേജ്. സോ ഈ ഒരു സമയത്താണ് മെമ്പേഴ്സ് അവരുടെ കൺസേണും പിന്നെ ക്രിറ്റിസിസംസ് ഒക്കെ ഷെയർ ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. ആക്ച്വലി ഇൻ ദിസ് സ്റ്റേജ് ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്ട്സ് അറൈസ് ആൻഡ് ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ അബൌട്ട് ദ ഗ്രൂപ്പ് ഗോൾസ് ഓൾസോ എമേർജ്. നമ്മൾ പറഞ്ഞ പോലെ ഇവർ തമ്മിൽ ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻസ് അബൌട്ട് ദ ഗ്രൂപ്പ് ഗോൾസ്. ഗ്രൂപ്പിൻ്റെ ഗോളിനെ കുറിച്ചിട്ട് ഇവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടാവുന്നതും ഈ ഒരു സ്റ്റേജിലാണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു വർക്ക് ത്രൂ ദ കോൺഫ്ലിക്ട്സ് അറ്റ് ദിസ് ടൈം ആൻഡ് ടു എസ്റ്റാബ്ലിഷ് ക്ലിയറർ ഗോൾസ്. സോ ഈ സമയത്ത് ഇവർ എന്താ ചെയ്യേണ്ടത്? അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഈ ഒരു ഡിസഗ്രിമെൻ്റ് ഉണ്ടാക്കിയോ അല്ലെങ്കിൽ അടി പിടിച്ചിട്ടോ നടക്കേണ്ടതല്ല. ഇവർ പരസ്പരം സംസാരിച്ച് ക്ലിയർ ആയിട്ടുള്ളൊരു ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ശ്രമിക്കേണ്ട ഒരു സ്റ്റേജാണ് ഈ ഒരു സ്റ്റോമിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തേർഡ് ആയിട്ട് വരുന്ന തേർഡ് സ്റ്റേജാണ് നോമിംഗ്. It is
characterized by the recognition or individual differences and shared experiences. ഈ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്താണ് ഇവർക്ക് എന്ത് മനസ്സിലാകുന്നത്? ഓരോ ആളുകളും ഡിഫറെൻ്റ് ആണ്, ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഇതൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു പീരീഡിനെയാണ് നോമിങ് എന്ന് പറയുന്നത്. സോ ആ സമയത്ത് എന്ത് ചെയ്യും? റെസ്പോൺസിബിലിറ്റീസ് ആർ ഡിവൈഡഡ് എമംഗ് മെമ്പേഴ്സ് ആൻഡ് ദ ഗ്രൂപ്പ് ഡിസൈഡ്സ് ഹൗ ഇറ്റ് വിൽ ഇവാലുവേറ്റ് ദ പ്രോഗ്രസ്. അങ്ങനെ ഏകദേശം എല്ലാ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ കുറിച്ചൊക്കെ ഇവർക്ക് മനസ്സിലായി, ഏത് ഏരിയയിലാണ് ഓരോരുത്തർക്ക് പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ മനസ്സിലായി. എന്നിട്ട് ഈ ഓരോ ഇൻഡിവിജ്വലിനനുസരിച്ചായിട്ട് ഇവർക്കുള്ള റെസ്പോൺസിബിലിറ്റീസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ എങ്ങനെ നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ പ്രോഗ്രസ് ഇവാലുവേറ്റ് ചെയ്യണം, എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നത് നോമിങ് സ്റ്റേജിലാണ്. If the group resolves its conflict, it can establish pattern of how to get its work done. സോ അവർ സെക്കൻഡ് സ്റ്റേജിൽ ഉണ്ടായിരുന്ന കോൺഫ്ലിക്ട്സ് എല്ലാം ഇവർ പറഞ്ഞ് മനസ്സിലാക്കി ശരിയാക്കി തീർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവരെന്താ ചെയ്യാൻ പോകുന്നത്? ഇനി മുമ്പോട്ടുള്ള ഈ ഒരു കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്കിനി മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ എങ്ങനെ ഇത് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കുന്നതും ഈ ഒരു തേർഡ് സ്റ്റേജ് തന്നെയാണ്. Expectations of one another are clearly articulated and accepted by members of the group. സോ ഓരോ മെമ്പേഴ്സിൻ്റെയും എന്താണ് അവർ ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഒരു ക്ലിയർ കട്ടിലേക്ക് എത്തിച്ചേരുന്നത് തേർഡ് സ്റ്റേജിലാണ്. ഇനി ഫോർത്ത് സ്റ്റേജ് ആയിട്ട് നമുക്ക് പറയാം, ദാറ്റ് ഈസ് പെർഫോമിങ്. അങ്ങനെ ഇവർ ഗോളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു, ഓരോരുത്തർക്കായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി അത് പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ഗോളിലേക്ക് എത്തിച്ചേരണം എന്നുള്ളതാണ് ഈ സ്റ്റേജ് വരുന്നത്. occurs when the group has matured and attains a feeling of cohesiveness. അങ്ങനെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഈ ഒരു ഗ്രൂപ്പിലെ മെമ്പേഴ്സ് തമ്മിൽ ഒരു കൊഹസീവ്നെസ്, ഒരു കൊഹഷൻ ഉണ്ടാവുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. പിന്നെ അവർ ഗ്രൂപ്പ് അങ്ങ് മെച്ചുവർ ആവാൻ വേണ്ടി തുടങ്ങി. In this stage, members of the group make decision through a rational process that is focused on relevant goals rather than emotional issues. അപ്പോൾ ഇതുവരെ പറഞ്ഞു വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇവർ എല്ലാവരും കൂടി ഒരുമിച്ച് അവർ ടാർഗറ്റ് ചെയ്യുന്നത് അവരുടെ ഗോളിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കും. അവിടെ ഇമോഷണൽ ഇഷ്യൂസ് ഒക്കെ മാറ്റി പിടിച്ച് എന്താണോ റെലവൻറ്റ് ഗോൾസ് അതിനു വേണ്ടി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റേജിൽ ശ്രമിക്കുക. Issues related to roles, expectations and norms are no longer a major importance. അപ്പോൾ മുമ്പ് ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ആർക്ക് എന്ത് റോള് കൊടുക്കണം, എന്തൊക്കെയാണ് എക്സ്പെക്റ്റേഷൻസ്, എന്തൊക്കെ നോംസും വാല്യൂസും ഒക്കെ നോക്കണം, ഇതൊക്കെയായിരുന്നു മുമ്പത്തെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നതോടെ ഈ പ്രശ്നങ്ങളൊന്നും ഒന്നും അല്ലാതെയായിട്ട് അതായത് ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു, അതൊക്കെ അവർ റിസോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി പുതിയ നമ്മുടെ ഒരു ഗോളിലേക്ക് എത്താനാണ് ശ്രമിക്കുക. The group is focused on its task, working effectively to accomplish its goals. നമ്മൾ പറഞ്ഞു, പിന്നെ ഇവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഈ ടാസ്കിലേക്ക് മാത്രമായിരിക്കും. എന്നിട്ട് എല്ലാവരും കൂടി കളക്റ്റീവ്ലി അല്ലെങ്കിൽ എഫക്റ്റീവ്ലി ഈ ഒരു ഗോൾ അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. സോ ദിസ് ഇസ് ദ ഫോർത്ത് സ്റ്റേജ് വിച്ച് ഈസ് പെർഫോമിങ്. ഓക്കെ, ഇനി ലാസ്റ്റ് സ്റ്റേജ് ആയിട്ട് വരുന്ന അതിനെയാണ് അഡ്ജേണിങ് എന്ന് പറയുന്നത്. It indicates that members of the group often experience feeling of closure and sadness as they prepare to leave. അങ്ങനെ അവർ ഫോർത്ത് സ്റ്റേജ് ആയ സമയത്ത് ഇവർ പെർഫോം ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ ഇവരുടെ ഗോളിലേക്കൊക്കെ ഇവരിങ്ങനെ അറ്റൈൻ ചെയ്ത് വന്നു. അഡ്ജേണിങ് എത്തുന്ന സമയത്ത് എന്തായിരുന്നോ ഇവർ സെറ്റ് ചെയ്തിച്ച ഗോള്, അതായത് ഗ്രൂപ്പിൻ്റെ ഗോൾ എന്തായിരുന്നോ അതൊക്കെ അവർ അറ്റൈൻ ചെയ്ത് ഇനി ഈ ഒരു ഗ്രൂപ്പ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് ഇനിയില്ല, ഇവരുടെ ആവശ്യം കഴിഞ്ഞു. ആ സമയത്ത് അതുവരെ തൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന നമ്മുടെ ആ ഒരു ഗ്രൂപ്പിനോട് ഉണ്ടാവുന്ന ഒരു ഭയങ്കര ഒരു ഫീലിങ്സ്, ഒരു ക്ലോസ്നെസ് ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിങ്ങനെ ഒഴിവായി പോകുന്നതിൻ്റെ ഒരു സാഡ്നെസ്സും ഫീലിംഗ് ഓഫ് ക്ലോഷറും ഒക്കെ ഉണ്ടാകുന്നതാണ് ഫിഫ്ത്ത് സ്റ്റേജ് ആയിട്ടുള്ള അഡ്ജേണിങ്ങിൽ. ഇറ്റ് ഈസ് ദ ഫൈനൽ സ്റ്റേജ് when the group, after achieving the objectives for it was created, starts to gradually resolve itself. അങ്ങനെ ഇതൊരു ഫൈനൽ സ്റ്റേജ് ആണ്. നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഇവർ എന്ത് ചെയ്ത് കഴിഞ്ഞു, അറ്റൈൻ ചെയ്ത് കഴിഞ്ഞു. സോ സ്റ്റാർട്സ് ടു ഗ്രാജുവലി റിസോൾവ് ഇറ്റ് സെൽഫ്. ഓക്കെ, ഇങ്ങനെ 5 സ്റ്റേജസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരുടെയും ആ ഒരു ഓർഡർ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. സോ നമുക്ക് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എമംഗ് ദ ഫോളോയിങ് ചൂസ് ദ കറക്റ്റ് സീക്വൻസസ് ഓഫ് സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ്. ഇതാണ് കേട്ടോ നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് വരുന്നത് എന്താണ്? That is forming.
Second stage is storming, norming, and the fourth one is performing, and the fifth one is adjourning. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ വരിക? C A B E N D. C A B N D. B E N D. ക്ലിയർ അല്ലേ? എല്ലാവരും നോക്കുക. നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ ഒക്കെ ആവശ്യം എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക ഇതിൽ ഏതെങ്കിലും ഒന്നിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. എന്ത് തന്നെ ആയാലും ഈ ഒരു ഓർഡർ നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം. സോ ദ ആൻസർ ഇസ് CABEND. ക്ലിയർ അല്ലേ? ടെക്മാൻ്റെ സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമ്മൾ പറഞ്ഞത് സ്റ്റേജസ് ആണ്. That was proposed by ടെക്മാൻ. പിന്നെ ആ ഒരു 5 സ്റ്റേജസ് ഓർത്ത് വെക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതാണ്. ഇനി വരുന്ന ക്ലാസ്സിൽ സോഷ്യൽ സൈക്കോളജിയിലെ മറ്റ് ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാം, ചർച്ച ചെയ്യാം. സോ എല്ലാവർക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. എക്സാമിന് വേണ്ടി എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേരെയാണ്. നന്നായിട്ട് പഠിക്കുക. കഴിയുന്നതും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള നമ്മുടെ എല്ലാ ക്ലാസ്സുകളും അറ്റ്ലീസ്റ്റ് ക്ലാസ്സുകളെങ്കിലും കാണാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതുന്ന സമയത്ത് ഒരു ചെറിയ ഐഡിയ ഉണ്ടായിരിക്കും. എന്നിട്ട് ഈ ഒരു സമയത്ത് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത ഒരു ഇതിന് വേണ്ടിയിട്ട് കുറച്ച് നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. അതിനു വേണ്ടിയുള്ള എല്ലാ അവസരങ്ങളും നമ്മൾ എല്ലായിട്ട് ഒരുക്കുന്നതാണ്. സോ താങ്ക് യു.